ആർക്കാണ് വിമർശനം ഇഷ്ടം? കുറ്റപ്പെടുത്തലല്ല വിമർശനം എന്നാദ്യം തിരിച്ചറിയുക. മനുഷ്യൻ സമൂഹജീവിയായതിനാൽ തന്റെ പ്രവൃത്തികളോട് അന്യരുടെ പ്രതികരണം ശ്രദ്ധിക്കേണ്ടി വരും. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയോ ന്യായമോ നന്മ നിറഞ്ഞതോ ആവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ചും വിമർശനം നേരിടേണ്ടി വരും. ആ വിമർശനം എങ്ങനെ നേരിടണം, സ്വീകരിക്കണം എന്നതിനെപ്പറ്റി മനഃശാസ്ത്ര ക്ലാസ്സുകളിൽ പറഞ്ഞു കേട്ട സ്വീകാര്യമായ 1-2 കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. വിമർശനം നടത്തുന്നവർ മിക്കവാറും ശരിയായ ഒരു പോയിന്റ് ഉന്നയിക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഒപ്പം ഒരു കുത്തുവാക്കും ഉൾക്കൊള്ളിച്ചെന്നിരിക്കും. നമ്മൾ വിമർശനത്തിന്റെ പോയിന്റ് സ്വീകരിക്കുക, കുത്തുവാക്ക് അവഗണിക്കുക. ഉദാഹരണത്തിന് ക്ലാസ്സിൽ കേട്ട കഥ തന്നെ പറയാം. അവിവാഹിതനായ മകൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അമ്മ പുലർച്ചെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇന്നലെ രാത്രി 9:30 ഫോൺ വിളിച്ചപ്പോൾ നീ എടുത്തില്ലല്ലോ, എവിടെ പോയി കിടക്കുകയായിരുന്നു? ഇക്കാര്യത്തിലുള്ള പോയിന്റ് 9:30 താൻ വീട്ടിലെത്തിയിരുന്നില്ല. ആ വിമർശനത്തിന് മാത്രം മറുപടി പറയുക. ഇന്നലെ കമ്പനിയിലെ മേലുദ്യോഗസ്ഥൻ സന്ദർശനത്തിന് വന്നു. മീറ്റിംഗ് തീർന്നപ്പോൾ വൈകി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ 11 മണി കഴിഞ്ഞു കാണും. എവിടെ പോയി കിടക്കുകയായിരുന്നു എന്ന അസുഖകരമായ കുത്തുവാക്ക് മകൻ അങ്ങ് അവഗണിച്ചു. അതങ്ങനെ തന്നെ ചെയ്യണം. മറിച്ച് 90% പേർ അതിലേറ്റുപിടിക്കും. എവിടെ പോയി കിടന്നോ? എന്തൊരു വൃത്തികേടാ അമ്മച്ചി പറയുന്നേ, ഒരു മര്യാദ വേണ്ടേ? ഒരു മകനോട് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ? അപ്പോൾ അമ്മച്ചി മകനെ താൻ വളർത്തിയ രീതിയും കൂട്ടുകെട്ട് അത് നശിപ്പിച്ച രീതിയും ഒക്കെ വർണ്ണിച്ചങ്ങ് കാട് കയറി എന്നിരിക്കും. വലിയ വലിയ വിഷയങ്ങളിലേക്ക് ചർച്ച തിരിഞ്ഞു പോയിട്ട് ഒടുവിൽ അമ്മയോ മകനോ ഫോൺ ബാങ് ചെയ്യുന്ന അവസ്ഥയിലും എത്താം. ഇവിടെ സംയമനത്തോടെ മകൻ ആ കുത്തുവാക്കങ്ങ് നിരാകരിച്ചു. വൈകിയതിന്റെ കാരണം മാത്രം പറഞ്ഞു. പക്ഷെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ മറന്നില്ല, മീറ്റിംഗ് ഉള്ളപ്പോൾ ഇനിയും ഇങ്ങനെ വൈകിയെന്നിരിക്കും. ഒരു നിശബ്ദ നിർദ്ദേശം അവിടെ ഉണ്ട്. അമ്മച്ചി അപ്പോൾ കുത്തുവാക്കുമായി പുറപ്പെടേണ്ട എന്ന്. കൃത്യമായ ഉത്തരം വളരെ വൈകാരികതയൊന്നുമില്ലാതെ വസ്തുനിഷ്ഠമായി പറയാനും ശീലിക്കണം. അപ്പോൾ പിന്നെ അമ്മച്ചിക്കും മറ്റുള്ളവർക്കും ഇക്കാര്യത്തിൽ വിമർശിക്കാൻ വകയില്ല. വിമർശനത്തിന് ഉത്തരം പറഞ്ഞിട്ട് തുടർന്ന് വല്ലതും കൂടി പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നതും മാന്യമായ പ്രശ്നപരിഹാരത്തിന് ഉതകും. ഇതിനൊക്കെ ആദ്യം വേണ്ടത് സമചിത്തതയാണെന്ന് കൂടി നമ്മൾ സ്വയം ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു.